കിരീടങ്ങൾ ക്രൗൺസ് പാർട്ട് 3. കഴിഞ്ഞ ദിവസം ഏകദേശം 6 കിരീടങ്ങളോളം പറഞ്ഞു. ജ്ഞാനത്തിൻ്റെ മഹത്വ കിരീടം, സാമർഥ്യമുള്ള കിരീടം, 4 വിവേകത്തോട് ഉപയോഗിക്കുന്ന ധനം ഒരു കിരീടം, പിന്നെ 5 നീതിമാർഗത്തിലെ ശോഭയുള്ള കിരീടം, ശോഭയുള്ള നല്ല ബന്ധങ്ങളാണ് അത് പുലർത്തുന്നത്. 6 നല്ല മക്കൾ, കൊച്ചു മക്കൾ, വൃദ്ധന്മാർക്ക് കിരീടം. അതാണ് 5. അപ്പം 6. അപ്പം നമ്മൾ കിരീടങ്ങൾ പലത് നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുകയാണ്. ആ കിരീടങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കണം. ദൈവത്തിന് നിർബന്ധമാണ്. ഇത് നമ്മൾ ഈ സ്പോർട്സിന് പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റീഷന് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ സമ്മാനവുമായിട്ട് വാങ്ങിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. യേശു ക്രിസ്തു എത്ര പ്രസൻറ്റാണ് ദിനം പ്രതി നമുക്ക് തരാൻ, മക്കൾക്ക് തരാൻ കൈ പിടിച്ചുകൊണ്ടിരിക്കുക. ആരും അടുത്തോട്ട് ചെല്ലുന്നില്ല. അത് നമ്മളാണ് അവരെ ഗൈഡ് ചെയ്യേണ്ടത്. അത് പ്രായമുള്ളവരെ മാനിച്ചാലല്ലേ അത് നടക്കത്തുള്ളൂ. അത് ഒരുവിധം ഇച്ചിരി ജ്ഞാനമുള്ളവെന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് അവരെ ഉൾക്കൊള്ളണമെങ്കിലും വിനയം വേണം. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എവിടെ നിൽക്കുന്നോ അവിടെ ഈ ജ്ഞാനം ഒഴുകും. അത് അടുത്ത തലമുറയിൽ പകർന്നേ ഒക്കത്തുള്ളൂ. അത് ദൈവം ചെയ്യും. വിശ്വസ്തതയുള്ള നീതി കിരീടം, 2 തിമോത്തി 4:8. വിശ്വസ്തതയുള്ള നീതിയുടെ കിരീടം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും വളരെ ഡീറ്റെയിൽഡായിട്ട് എടുക്കുന്നുണ്ട്. നീതിയുടെ കിരീടം ദൈവവുമായിട്ടുള്ള വിശ്വസ്തതയാണത്. അത് 2 തിമോത്തി 4:8 പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോരെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. എന്താണ്? അപ്പോൾ നീതി കിരീടം പ്രാപിക്കുക, അതായത് റൈറ്റ്വസ് സ്റ്റാൻഡിങ് ആണ്. ദൈവവുമായിട്ട് തുലനം ചെയ്തൊന്നിച്ച് നിൽക്കുന്നതാണ് നീതിയുടെ കിരീടം. കർത്താവ് ദൈവം നീതിയാണ്. അപ്പോൾ ദൈവത്തിന് അനീതിയുമായിട്ട് നമുക്ക് ചേരാനൊക്കത്തില്ല. അനീതിയുള്ളതെല്ലാം നമ്മളിൽ അറിഞ്ഞോ അറിയാതെ വരുന്നത് മാറിപ്പോണേ നമ്മൾ പ്രാർത്ഥിക്കുകയേ രക്ഷയുള്ളൂ. കാരണം പലപ്പോഴും ഇല്ല, ചെന്നാൽ പോലും ആട്ടിൻകുട്ടിയുടെ വസ്ത്രം ഇട്ടുകൊണ്ട് വരും. അങ്ങനൊരു കാലമാണിപ്പം. ഒരൊറ്റ മനുഷ്യരെ നമുക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ വയ്യാത്തൊരു കാലമാണ് ഈ കാലം. അത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഒരു കാര്യം വല്ലവരെ ഏൽപ്പിച്ചാൽ അവരത് ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഒരാളെ ഏൽപ്പിച്ചാൽ നമ്മൾ ദിനംപ്രതി അത് അന്വേഷിച്ചില്ലേ അത് നടക്കൂല. കാരണം ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ആർക്കും അറിയത്തില്ല. എല്ലാവർക്കും എല്ലാം ക്വിക്കായിട്ട്, എല്ലാം എളുപ്പമായിട്ട്. ഈ മൊബൈൽ വന്നതോടുകൂടി എല്ലാം ഇങ്ങനെ എളുപ്പം എത്ര ആരെയും കളിപ്പിച്ചാണെങ്കിൽ എല്ലാം എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ പൗലോസ് പറയുന്നത് നല്ല പോര് പൊരുതണം. നല്ല പോരുന്ന പെർസിവിയറൻസ് വേണം. ചുമ്മാ ഒന്നും കിട്ടൂല. ഇപ്പോൾ ഓട്ടക്കളത്തിൽ ഓടുന്നവർ പലരാ. പക്ഷേ നേരത്തെ പ്രാക്ടീസ് ചെയ്തവനെ അതിന് ജയം കിട്ടത്തുള്ളൂ. പ്രാക്ടീസ് മേക്കത്ത് എ മാൻ പെർഫെക്റ്റ്. ചുമ്മാ പോയ ഒരാൾ സ്വിമ്മിങ്ങിന് ഇറങ്ങി, നേരത്തെ പ്രാക്ടീസ് ഇല്ലാതെങ്കിൽ നീ അവസാനമേ കയറി വരത്തുള്ളൂ. ചിലപ്പം വെള്ളത്തിനകത്ത് വീണ് ചത്തുപോകാനും സാധ്യതയുണ്ട് പ്രാക്ടീസ് ഇല്ലെങ്കിൽ. ഇല്ലേ? നീന്തലറിയാവുന്ന ഓട്ടക്കളത്തിൽ ഓടുകയാണ് നീ, നിനക്ക് ഓടി പരിചയമില്ലെങ്കിൽ നീ വീണു പോകും. സോ എവറി ഏരിയ യു നീഡ് പ്രാക്ടീസ്. കഴിവല്ല, കഴിവ് ഏതില്ല, ഒരു ചെറിയ കഴിവിനെ അത് നിരന്തരം പോളിഷ് ചെയ്ത് കൊണ്ടുവരിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഒരൊറ്റ ഭക്ഷണം ശരിയായിട്ട് ബാക്കിയുള്ളവരുണ്ടാക്കുന്നതിലും വൃത്തിയായിട്ടുണ്ടാക്കി യു ക്യാൻ മേക്ക് മണി വിത്ത് ദാറ്റ്. ഒരൊറ്റ ചെടി, ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചാണ്, ഒരു പിന്നെ മാവാണ്. ആ മാവേൽ ഒരു മനുഷ്യൻ 1000 ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ട് ആ ഒരു വലിയ മാവ്, അയാളുടെ പ്രായത്തിനനുസരിച്ച് 10-70 വർഷം പഴക്കമുള്ള മാവാണ്. ആ ഓരോ ബ്രാഞ്ചിലും ഓരോ മാങ്ങ ഉണ്ടാകുമെന്ന്. അയാളുടെ ജീവിതം ആ മാവെ കാണിക്കുന്നില്ലേ? ഹൗ മച്ച് ടൈം ആൻഡ് എഫേർട്ട് ഹി ടുക്ക്. അപ്പം നല്ല കാര്യം ചെയ്യാനും നമ്മൾ ബന്ധപ്പെടണം. നല്ല പോർ പൊഴുതണം, ഓട്ടം തേക്കണം, വിശ്വാസം കാത്തു സൂക്ഷിക്കണം. അങ്ങനെ ചെയ്യുന്നു. അപ്പം വിശ്വാസ ജീവിതത്തിൽ ദൈവം നമ്മളോട് പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ ഇട്ടേച്ചെങ്ങും പോകത്തില്ല. നീ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പം നീ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഐ എം ഓൾമൈറ്റി ഗോഡ്. പിന്നെ എങ്ങനെയാണ് തലവേദന വരുന്നത്? പിന്നെ എങ്ങനെയാണ് അസുഖം വരുന്നത്? ബിക്കോസ് വി ഫർഗെറ്റ് ദ അബ്സല്യൂട്ട് ട്രൂത്ത്. ആരെങ്കിലും ഒരാൾ ഓർപ്പിക്കണം. പലപ്പോഴും എന്നെ തന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പം ഐ ഹാവ് ടു ബി മോർ അലേർട്ട് എന്ന് ഞാൻ എന്നെ തന്നെ ശാസിക്കുന്ന ദിവസം ഐ ഡു ഗ്രേറ്റർ തിങ്സ്. ഹൗ ഡു ഐ ഡു ദ റെക്കോർഡിങ്? ഇറ്റ് ഈസ് ഒരു ദിവസം വെച്ചാൽ എല്ലാം പല റെക്കോർഡിങ് ഒന്നിച്ചാണ് എടുക്കുന്നത്. സോ ഐ നീഡ് ടു റീഡ് ആൻഡ് റീഡ് ഇറ്റ് മെനി എ ടൈംസ് സോ ദാറ്റ് ഐ ഗെറ്റ് ദ ക്ലാരിറ്റി ബിഫോർ ഐ സ്പീക്ക്. ഐ ടീച്ച് ഇറ്റ് ടു പീപ്പിൾ ബിഫോർ ഐ ഗിവ് ഇറ്റ് ടു യു പീപ്പിൾ.
അങ്ങനെ അത് നല്ലവണ്ണം നമ്മൾ അത് പഠിപ്പിച്ച് അതിൽ നിന്ന് അതിൻ്റെ കാതലെടുത്താണ് പറഞ്ഞു തരുന്നത്. സെക്കറിയ 9:16 കിരീടത്തിൻ്റെ രത്നം പോലെ നമ്മൾ ശോഭിക്കണമെന്ന്. അപ്പം നമ്മൾ കിരീടങ്ങളിന്മേൽ രത്നം വെച്ചിട്ടുണ്ടോ? എനിക്കിപ്പോൾ എൻ്റെ ജീവൻ്റെ കിരീടം എൻ്റെ തലയിലുണ്ട്. പക്ഷേ ദ മോർ ഐ ഗോ ഡീപ്പ് ഇൻ ടു ദ വേർഡ് ഓഫ് ഗോഡ്, പല കിരീടങ്ങൾ എനിക്ക് ദൈവം വെച്ച് തരുമ്പം ആ രത്നങ്ങൾ ഓരോന്നും കത്താൻ തുടങ്ങും. അത് ഞാൻ പലപ്പോഴും ചിലരുടെയൊക്കെ തലയിൽ കിരീടം ഇരിക്കും, ചിലരുടെ കിരീടം, ചിലരുടെ ഡയമണ്ട് അകത്തിരിക്കുന്ന എന്നെ കാണിക്കും, മുഴുവൻ പായൽ പിടിച്ചിരിക്കുന്നതാണ്. ഏതൊരു ഇപ്പം ക്രിസ്റ്റലാട്ടെ, ഏതൊരു ഡയമണ്ടാട്ടെ, അത് സൂക്ഷിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് നല്ല ഗ്ലാസ് ഇട്ട കേസിനകത്ത് പൊടി പോലും കയറാതെ, പൊടി കയറിയാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെയും ഭംഗി കുറയും. അപ്പോൾ പൊടി പോലും കയറാതെ സൂക്ഷിക്കണമെങ്കിൽ അതിന് കൊടുക്കുന്ന വില കൊടുക്കണം. അപ്പം നീതിയുടെ കിരീടം നമുക്ക് കരുന്നത് നമ്മളെ പെർസിവിയർ അല്ലെങ്കിൽ നല്ലവണ്ണം ഓടുന്നവർ, നല്ലവണ്ണം അധ്വാനിക്കുന്നവർ, വിശ്വാസം കാക്കുന്നവർ, അങ്ങനെ വർമ്മയുള്ളവർക്കാണ് കൊടുക്കുന്നത്. സഭയുടെ സന്തോഷവും കിരീടവുമായുള്ളവയെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയിരിക്കുന്നു 1:4. നമ്മൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നമ്മൾ ദൈവത്തിൻ്റെ കിരീടങ്ങളായിട്ട് നിൽക്കണം. ഈ സത്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, എപ്പം നമ്മൾ കിരീടം തലയിൽ വെക്കുമ്പോഴും ദുഷ്ടൻ അത് അടിച്ചു മാറ്റാൻ നോക്കും. അവനിഷ്ടമല്ല നമ്മൾ വിളങ്ങുന്നത്. ഇപ്പോൾ ഈ 4 മക്കളുണ്ടെങ്കിൽ ഒരാൾക്ക് അമിത ബുദ്ധിയും ജ്ഞാനം ഉണ്ടെങ്കിൽ മറ്റ് 3 പിള്ളേർക്കും അതിനോട് ജലസി വരും. അത് നാച്ചുറലാണ്. പക്ഷേ ദൈവകൃപയുള്ള യോസഫിനെ പോലെയാണ് എങ്കിൽ ഒരു കാലത്ത് അവൻ പൊങ്ങി വരാതിരിക്കത്തില്ല. നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഫിലിപ്പിയർ 1:4 ഇങ്ങനെയായിരുന്നു, എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് നിങ്ങളിൽ നല്ല പ്രവൃത്തികളെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചു കൊള്ളുവീൻ. അപ്പം നമ്മൾ എവിടെ നിൽക്കുന്നു? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിൽ എപ്പോഴും സന്തോഷത്തോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷവും നമുക്കൊരു കിരീടമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്തോഷമാക്കി ഏറ്റെടുക്കണം. ഞാൻ ചില പിള്ളേർക്ക് വേണ്ടി ഞാൻ ഉപദേശം കൊടുത്തു കഴിഞ്ഞിട്ട് 5-6 മാസം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നെ വിളിച്ചു, ആൻറ്റി എനിക്ക് വ്യത്യാസമുണ്ടോ? ഞാൻ പറഞ്ഞു, നിനക്ക് വ്യത്യാസമുണ്ട്. ഐ ക്യാൻ സീ ഈവൻ ദ സൗണ്ട് ഇറ്റ് സെൽഫ്. അവരെന്നെ വിളിക്കുന്ന വിളിയിൽ തന്നെ എനിക്ക് അവരുടെ വ്യത്യാസം അറിയാം. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ചേഞ്ചിങ്. ഒരു ചെറിയ വാടി നിന്ന ഒരു മൊട്ട് നമ്മുടെ ഒരു പ്രചോദനം കൊണ്ട് അത് പൂക്കളായിട്ട് അതിൻ്റെ സൗരഭ്യം വാസന പുറത്തു കൊണ്ടുവരാം. അതൊരു സന്തോഷത്തിൻ്റെ കിരീടമാണ്. ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ കിരീടം നമുക്ക് ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആര് പ്രയത്നിക്കുന്നുണ്ട്? ഇപ്പോൾ ആര് പറയും? പിന്നെ നമ്മൾ വാടാത്ത കിരീടം 1 കൊരിന്ത്യർ 9:25 അംഗം പൊരുതുന്നവൻ സകലത്തിലും വർജനം ആചരിക്കണം. അത് നമ്മൾ വചനം പഠിക്കണം, വചനത്തിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കണം, എന്നിട്ട് നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ പങ്കിടണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ വാടാത്ത കിരീടം നമുക്ക് തേജസ്സിൻ്റെ വാടാത്ത കിരീടം. അത് 1 കൊരിന്ത്യർ 9:25 1 പത്രോസിൻ്റെ 5:4 എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ മൽപ്പിടുത്തം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഓരോ ഓട്ടക്കളത്തിൽ പോകുമ്പോഴും അവിടെ ഒരു റൂളുണ്ട്. ആ സ്ഥലത്ത് ആ പർട്ടിക്കുലർ സന്ദർഭങ്ങളിൽ ഒരു പർട്ടിക്കുലർ റൂളുണ്ട്. അതനുസരിച്ച് ചെയ്യാനുള്ള ആത്മാവ് അല്ലെങ്കിൽ ബുദ്ധി സാമർഥ്യം നമ്മൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കണം. ഇതൊക്കെ പരിശുദ്ധാത്മാവ് വരുമ്പം തരുന്നതാണ്. നമ്മളിത് പലത് പഠിക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ്, ഇത്രയൊക്കെ കിരീടങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ ഇനി പറയാൻ കിടക്കുന്ന ഒത്തിരിയുണ്ട്. ആ കിരീടങ്ങളൊക്കെ ഉണ്ടെന്നും ഇത് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനാണ് നമ്മൾ മനസ്സിലാക്കണം. 10ാമത്തേത് പ്രശംസാ കിരീടം. അത് 1 തെസ്സലോനിക്കൻസ് 2:20 പിന്നെ മഹത്വത്തിൻ്റെ കിരീടം യെശയ്യാ 28:5, തങ്ക കിരീടം സങ്കീർത്തനം 21:3, പൊൻ കിരീടം വെളിപ്പാടിൻ്റെ 4:4, 14:14. അപ്പോൾ എത്രയോ കിരീടങ്ങൾ, 14 കിരീടങ്ങൾ ഇപ്പം തന്നെ. അപ്പം നമ്മൾ ഈ നല്ല കിരീടങ്ങൾ പറയുമ്പം വേറെ ഓപ്പോസിറ്റ് പറയുമ്പം ഡംഭത്തിൻ്റെ കിരീടമുണ്ട്, ക്രൂശിൻ്റെ വേദനയുടെ കിരീടമുണ്ട്, കഷ്ടതയുടെ കിരീടമുണ്ട്, പല കിരീടങ്ങളും ഉണ്ട് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ. പക്ഷേ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ കിരീടങ്ങൾ ഇതിനകത്ത് ഈ വേദപുസ്തകത്തിൽ ഒളിച്ചു കിടക്കുന്നത് അത് പ്രാപിച്ചെടുക്കാൻ ഏത് കിരീടം? എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ പൊൻകിരീടം വേണം, അതല്ല തങ്കക്കിരീടം. കൂടുതൽ ശോധനയുണ്ട് അവർക്ക്. തങ്കക്കിരീടം വെക്കണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അവൻ കഷ്ടത്തിൽ കൂടെ പോകും. കാരണം 7 പ്രാവശ്യം ഉലയിൽ തീ കത്തിക്കാതെ അവൻ ശോധന ചെയ്ത് ശുദ്ധീകരിക്കാതെ അവൻ ഈ കിരീടം എടുത്ത് ഉപയോഗിക്കാൻ ഒക്കത്തില്ല.
നമ്മൾ ഈ കിരീടം ധരിക്കുന്നവൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം അത് ദൈവമഹത്വത്തിന് വേണ്ടിയാകണം. അല്ലാത്തവർ ഭൂമിയിൽ അതായത് വാടുന്ന കിരീടമുണ്ട്. അതായത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രശംസയായിട്ട് കാശുണ്ടാക്കി പേപ്പറിൽ നിന്നും പേരും വന്ന് നന്മ പ്രവൃത്തി ചെയ്ത് അത് മരിക്കുമ്പോൾ അങ്ങ് തീരും. പക്ഷെ അതല്ല ഇവിടെ ഞാൻ പറയുന്നത്. വാടാത്ത കിരീടം, ആ ജീവൻ്റെ കിരീടം കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി കിരീടങ്ങൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പല കിരീടങ്ങൾ. പിന്നെ ഒന്നും നമ്മൾ മനസ്സിലാക്കണം, എല്ലാ കിരീടവും ഒരിക്കലും നമ്മൾക്കൊന്നിച്ച് തലയിൽ വെക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് വെളിപ്പാടി പറയുന്നത്, കിരീടങ്ങൾ ദിനംപ്രതി നമ്മൾ ദൈവത്തിൻ്റെ കാൽപാദത്തിൽ മൂപ്പന്മാർ വെച്ചിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം കിരീടങ്ങൾ എന്നും നമ്മുടെ തലയിൽ നമുക്ക് അഹങ്കാരം വരുമല്ലോ. അതുകൊണ്ട് കിരീടങ്ങൾ ദൈവം തരും, പക്ഷെ നമ്മൾ ഊരി യേശുവിൻ്റെ കാൽപാദത്തിൽ വെക്കും. എല്ലാ കിരീടവും ഒന്നിച്ച് തലയിൽ വെക്കാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. വെളിപ്പാടിൽ അത് എഴുതിയിട്ടുണ്ട്. എല്ലാ കിരീടം അവൻ്റെ തലയിലുണ്ട്. അപ്പോൾ ഈ കിരീടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ കർത്താവ് തലയിൽ എന്തിനാ ഈ കർത്താവ് കിരീടം കാണിക്കുന്നത്? മക്കളെ, ഇത് നിങ്ങൾക്കും കൂടെ ഉള്ളതാണ്. അത് ആ കിരീടം നമുക്കും കൂടെ ഉണ്ട് എന്നും ആ കിരീടം നിങ്ങളുടെ തലയിൽ ഇരിക്കേണ്ടതാണെന്നും ദൈവവും ആഗ്രഹിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ തലയിൽ ഈ കിരീടം എന്താണ്ട് വെളിപ്പാടിൻ്റെ 19:12 ഈ 11 തൊട്ട് വായിക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരുന്നവന്, യേശുവാണ്, വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞൂടാ. അവൻ രക്തം തടിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. കണ്ട, തലയിൽ അനേക കിരീടം ധരിച്ച ഒരാളുണ്ട്. ഈ ദാവീദ് പോലും സ്വർഗത്തിൽ ഒരു കിരീടേ ഉള്ളൂ ദാവീദിൻ്റെ തലയിൽ, പക്ഷെ അനേക കിരീടം. ഹിന്ദു മിത്തോളജിയിൽ പല തല വെച്ച് പല കിരീടങ്ങൾ തലയിലിരിക്കുന്നതാണ്. ദേ ആർ ഓൾ ഇമിറ്റേറ്റേഴ്സ്, ദേ ആർ ഓൾ മിത്താണ്. മിത്ത് മീൻസ് മനുഷ്യ ചിന്തയിൽ കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഥകളാണ് മിത്തോളജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ ഇത് സത്യം എഴുതി വെച്ചിരിക്കുന്നത് പല കിരീടങ്ങൾ. സത്യപുസ്തകം, സത്യവേദ പുസ്തകം എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഈ കൂടുതൽ വചനം പഠിക്കുമ്പോഴേ ചുമ്മാ അല്ല. ഈ യഹൂദന്മാർ തോറ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അവരതിരുന്ന് കുത്തിയിരുന്ന് വേർഡ് ഫോർ വേർഡ് പഠിച്ചിട്ടാണ് സയൻറ്റിസ്റ്റ്, ലോകത്തിൻ്റെ മുഴുവൻ ഇക്കോണമി അല്ലെങ്കിൽ പണം സംബന്ധമായ കാര്യം ഇന്നും കൈകാര്യം ചെയ്തത് യഹൂദനാണ്. ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ്, ഏറ്റവും വലിയ മാത്തമാറ്റീഷ്യൻ, ഏറ്റവും വലിയ ഡിസ്കവറീസ് ഒക്കെ യഹൂദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. കാരണം ദേ ആർ എ ബ്ലെസ്സഡ് ചോസൺ പീപ്പിൾ. വിശ്വാസികളാണെന്ന് നമ്മളിപ്പം അതേപോലെ അല്ലെ അതിൽ ഉന്നതമായ പദവിയിലേക്ക് കയറ്റാൻ ദൈവം ആഗ്രഹിക്കും. പക്ഷേ ഈ വേദപുസ്തകത്തിലെ സത്യം അറിഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അനേക കിരീടങ്ങൾ വേദപുസ്തകത്തിൽ ഒളിച്ച് കിടക്കുന്നത് കർത്താവേ, ഞങ്ങൾക്കത് തരാൻ സമയമായതുകൊണ്ടും ഞങ്ങളുടെ തലയിലത് വെക്കാൻ അപ്പച്ചൻ അത് പിടിച്ചു നിൽക്കുമ്പോൾ അപ്പച്ചൻ്റെ അടുക്കലേക്ക് വന്ന് വിനയത്തോടെ അത് വാങ്ങിച്ചെടുത്തിട്ട് വീണ്ടും അത് അപ്പച്ചൻ്റെ കാൽപാദത്തിൽ വെച്ചിട്ട് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ദിനംപ്രതി പഠിച്ചു കഴിയുമ്പം നമുക്കൊരു വ്യത്യാസം ഉണ്ടാകും. അത് ദിനംപ്രതി ഓർപ്പിച്ചില്ലേ ഞങ്ങളും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ്, രക്ഷയുടെ ജീവൻ്റെ ആ കിരീടമാണ് ആദ്യം ഞങ്ങൾക്ക് പ്രാപിക്കേണ്ടത്. അത് ക്രിസ്തുവിൽ കൂടെയാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞു. ജീവൻ്റെ ഉറവിടം ക്രിസ്തു ആണെങ്കിൽ പിന്നെ വേറെ വല്ലയിടത്തും നോക്കണം അപ്പച്ച. അതുകൊണ്ട് നേരിട്ട് നിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അടുത്ത ദിവസം ജീവൻ്റെ കിരീടത്തെ തന്നെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതാ. നിൻ്റെ വചനം ചെന്ന് കൊള്ളുക തന്നെയല്ല, അനേക മക്കളുടെ ഹൃദയങ്ങളിൽ എച്ച് ചെയ്ത് അതതിൻ്റെ വിരലുകൊണ്ട് എഴുതിയിട്ട് തലമുറയിലേക്ക് ഇത് പാസ് ചെയ്യാൻ പ്രാർത്ഥിക്കാനുള്ള കൃപ, അത് കഴിഞ്ഞ് അത് വെച്ചു കൊടുക്കാനുള്ള കൃപ, അത് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാനുള്ള കൃപ, ഒരിക്കലും വാടാത്തതായ കിരീടം അവരുടെ തലയിലുണ്ടെന്ന് അവരെ പഠിപ്പിക്കാൻ, അങ്ങനെയുള്ള ഒരു സൂയിസൈഡ് ചെയ്യത്തില്ല കർത്താവേ. അങ്ങനെയുള്ളത് പഠിപ്പിച്ചെടുക്കാൻ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ. അയക്കുന്ന വചനം പ്രവർത്തിക്കാതെ തിരിച്ചു വരരുത്. ഇതെല്ലാം നൂറുമേനിയായിട്ട് നല്ല നിലത്ത് വീണ് നിറച്ചു ഫലവുമായിട്ട് തിരിച്ചു വരട്ടെ. ജീവവൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന തലമുറകളെ അനുഗ്രഹിക്കാൻ ഓടി വന്ന ദൈവത്തിൻ്റെ ദൂതഗണങ്ങളും സാറാഫുകളും കേറൂബുകളും എല്ലാവരും കൂടെ ഒന്നിച്ചു വന്ന് ഈ കിരീടങ്ങൾ ഓരോ മക്കളുടെ തലയിൽ വെക്കുമ്പോൾ അത് കാണുമ്പോൾ എന്തൊരു സന്തോഷം അപ്പച്ച. ആ സന്തോഷത്തിന് ഞങ്ങളെ പാത്രങ്ങളാക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.